എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാ കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ 1-ാം തീയതി ആയിട്ടൊന്നും മത്സരമില്ല. എന്തായാലും തോറ്റ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു അഹങ്കാരമൊക്കെ മത്സരം വേണമെങ്കിൽ വെക്കാട്ടോ. 2025 ഏറ്റവും കൂടുതൽ ജയിച്ച ആളുവനാണ്. 2024 നാക്ക് തെറ്റി അത് സംഭവിക്കോ? അതിനെത്ര സംശയം? പ്രഡിക്ഷൻ ആയിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നമുക്ക് നോക്കടാ, കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കിഴി ഹരിഹര വീരമല്ലു. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട് 4-ാം തീയതി, അല്ല ജനുവരി 6-ാം തീയതി 9:06 AM രാവിലെ തന്നെ വരും. ദാവീദ് സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. ഗംഭീര സ്റ്റോറിയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. ഒടൂര സാധനമാണെന്നാണ് കേട്ടത്. എന്താണെങ്കിലും എന്താ പറയാ, പെപ്പേന്റെ ഇടിപ്പടം കാണാം. ഇടി നമുക്ക് ദാവീദില് ഫുൾ ഇടിയാണെന്നാണ് കേട്ടത്. ബോക്സിങ് ഇത്ര ഫുള്ളായിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കിഴി കാളിയൻ സിനിമയുടെ ന്യൂ പോസ്റ്റർ. ബർത്ത്ഡേ ന്യൂ ഇയർ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ്. കാളിനൊക്കെ വരെ ഏതൊക്കെ സിനിമകളാണ് എൻ്റെ പൊന്നേ പൃഥ്വിരാജിന്. ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഷേ എന്ന് പറയുന്നത് വേണ്ട. 2025 ബർത്ത്ഡേ ഇന്നാണ്. അത് ശരിയാ, ജനിച്ച ദിവസം എന്നല്ലേ? തെറ്റിയിട്ടില്ല. അപ്പോ ആദ്യത്തവും തെറ്റല്ല. 2025 നീ ജയിക്കുന്നുള്ളത് അല്ലേ? അതൊരിക്കലും തെറ്റല്ല. അടുത്തത് രേഖാചിത്രം സിനിമേന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ്. ഓക്കെ, പോസ്റ്റർ 9-ാം തീയതിയാണ് സിനിമ റിലീസ് നടത്തുന്നത്. ആയിട്ട് മമ്മൂക്കുണ്ട്. ഓക്കെ, അടുത്ത കിഴി ദാഖു മഹാരാജ. 12-ാം തീയതിയാണ് സിനിമ റിലീസ് നടത്തുന്നത്. നമ്മുടെ ബാലയ്യ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ന്യൂ ഇയർ സ്പെഷ്യൽ. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കേട്ടോ. 12-ാം തീയതി ഇവിടെ ഉണ്ടെങ്കിൽ കാണാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കൊണ്ടുവരുമായിരിക്കും അല്ലേ? സാധ്യതകളൊക്കെ ഉണ്ട്. അത് അടുത്ത കിഴിയെത്തുമ്പോ പറയാം. ആ കിഴിയെത്തുമ്പോ പ്രണവ് രാഹുൽ സദാശിവൻ മൂവി സിനിമ കൺഫേം ചെയ്തിട്ടുണ്ട്. രാഹുൽ സദാശിവൻ തന്നെ. ഏത് ജോണറാന്നുള്ളത്? ഹൊറർ. അടുത്തത് ഹൊറർ മൂവി തന്നെയാണ്. പക്ഷെ ചാത്തനും യക്ഷിയൊന്നും അല്ല എന്നുള്ളതാണ് ആള് പറയുന്നത്. വേറെന്തോ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ആള് തന്നെ കൺഫേം ചെയ്തു. വേറെ പലതുണ്ടാവും. സോംബി ഹൊററിൽ വരുമോ? ഓക്കെ, അടുത്ത കിഴി ഇഡ്ഡലിക്കടൈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് വരുന്നുണ്ട്. 5 PM. ഓക്കെ, 5 മണിക്ക് വരും. നമ്മുടെ ധനുഷ് നായകനാവുന്ന സിനിമയാണ്. ആള് തന്നെയാണ് ഇതിന്റെ ഡയറക്ഷൻ. ശരിക്കും നമ്മളെ എല്ലാരും പറ്റിച്ചൂലേ? വിടാമുയർച്ചിന്റെ ട്രെയിലർ, എമ്പുരാന്റെ ടീസർ. അല്ല, നമ്മള് വിടാമുയർച്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് ഏകദേശം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏകദേശമല്ല, ഇന്നലെ നമ്മളെന്താ പറഞ്ഞു? അതായത് സിനിമ തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ട്രെയിലർ വരില്ല. ഇനി അതല്ലാതെ ഒരു റൂമർ ഉണ്ടായിരുന്നു 12/7 വരുമെന്നുള്ളത്. അത് മാറി. പിന്നെ അടുത്തത് ആലപ്പുഴ ജിംഖാന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 6 മണിക്ക് വരും. എല്ലാരും ഇറങ്ങിയിരിക്കട്ടോ ആഘോഷിക്കാനേ. എല്ലാരും ഒന്നും ഇറങ്ങിയിട്ടില്ല. എനിക്ക് വലിയ ആഘോഷമായിട്ടൊന്നും തോന്നുന്നില്ല. മലയാള സിനിമ കഴിഞ്ഞ വർഷമൊക്കെ എമ്മാരി ആഘോഷമായിരുന്നു. എത്ര സിനിമകളുടെ ടീസർ ശരിക്കും കിട്ടിയത് പിന്നെ ഡൊമിനിക്കൻ ലേഡീസ് പേഴ്സ്. അതല്ലാതെ വേറെ ഏതിന്റെ വന്നിരിക്കണേ? ഇത് പിന്നെ ഇപ്പൊ ഇത് കാളിയൻ. പിന്നെ ഇപ്പൊ വരുന്ന അല്ലാണ്ട് വേറൊരു ആഘോഷിക്കാൻ മാത്രമായിട്ട് ഒന്നും തന്നിട്ടില്ല. വെയിറ്റിംഗ് ആയിരുന്നു. അത് മതി. നസ്ലൻ, സൂപ്പർ സ്റ്റാർ നസ്ലന്റെ സിനിമ അല്ലേ? നമ്മളതുമ്പോ തകർക്കും. പിന്നെ സ്പെഷ്യൽ ഒരു പോസ്റ്റർ റിയാക്ഷൻ ചെയ്യാനുള്ള പവർ ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ്. 150 കോടിയടാ, 150 കോടി പ്രേമലു. ഓക്കെ, അടുത്ത കിഴി 150 എന്ന് പറയുമ്പോഴേ 1050 ആടുജീവിതത്തിന് കളക്ഷൻ പറഞ്ഞ ആളാ. ഓക്കെ, അടുത്ത കിഴി മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഒരു പുതിയ പോസ്റ്റർ. ആ പട്ടിയുടെ
അല്ല ഇത് കാണുമ്പം സിനിമ കാണാത്തവര് വിചാരിക്കും ഇത് ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നു. അതെന്താ സംഭവം? അതല്ല, അതിന്റെ അപ്പുറം ഒരു സാധനം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. അതിന് മുൻപ് സംഭവിക്കണ്ടല്ലോ. മുമ്പ് കടിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്നു, കടിച്ചും വലിച്ചും ഒക്കെ ഭീകരമായിരുന്നു, ഭീകരം. അതിന് വേറെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ അതിന്റെ കൂടെ? വേറെന്താ അപ്ഡേറ്റാ വേണ്ടത്? മാർക്കോന്റെ വേറെന്തോ ഒരു സംഭവം പറയാണ്ടായിരുന്നല്ലോ. GCC റിലീസ് ചെയ്യുന്ന കാര്യം. അതല്ലാതെ എന്താ വേറെന്തോ ഉണ്ടായിരുന്നു. പോട്ടെ, സാരല്ല, അടുത്ത കീഴെടുത്തോ. നാളെ ഞങ്ങൾ തരാം. എന്താ ഒരു മടി എടുക്കാറുണ്ട്. തുറക്കട്ടെ, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, സമയം കളയല്ലേ. എന്തായിരുന്നു നീ അങ്ങനെ ചിന്തിക്കുകയാണ് മാർക്കോ? അടുത്തത് സന്തോഷ് ട്രോഫി. അടിപൊളി സിനിമ 2025 മിഡിന് ശേഷം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിനുള്ളിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. SSMB 29 ചില സംഭവങ്ങൾ, പിന്നെ എമ്പുരാൻ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, പിന്നെ വേറെന്തൊരു സംഭവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില തിരക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റും, ചില രീതിയിലുള്ള ചില മാറ്റങ്ങൾ വരും. ഷെഡ്യൂളുകൾ മാറാൻ ചാൻസ് ഉള്ളൂ. വിലായത്ത് ബുദ്ധ ഓക്കെ, വിലായത്ത് ബുദ്ധ ഏകദേശം ഇപ്പൊ ഷൂട്ട് തുടങ്ങാനായിട്ടുണ്ടാവും. ഓക്കെ, എന്താണെങ്കിലും മാവേലിക്കരയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും വിപിൻദാസിനെ ഇഷ്ടപ്പെട്ടു പോയി തോന്നുന്നു. മാവേലിക്കര അല്ലേ, ഗുരുവായൂർ ശേഷം അത്രക്ക് അടിപൊളിയായിരുന്നു വർക്ക് ചെയ്യാൻ. ഭയങ്കര ജാളിയായിട്ട് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ളത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ ആ സിനിമയും വരട്ടെ. ഓക്കെ, അടുത്ത കിഴി എന്തായിരിക്കും? വിടാമുയർച്ചി. ഇതാണ് നമ്മൾ പറഞ്ഞത്. ദാക്കു മഹാരാജ ഇവിടെ മിക്കവാറും ഇടാൻ സാധ്യതയുണ്ടെന്ന്. വിടാമുയർച്ചി മാറ്റി, റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെ. അതായത് സംഭവം ഒരു സത്യം കൂടെ ഉണ്ടോ, ഗെയിം ചേഞ്ചർ, മറ്റുള്ള കുറെ സിനിമകൾ വരുമ്പോഴേ നമുക്ക് നല്ലതല്ല. പിന്നെ സിനിമേന്റെ വർക്കുകളും തീരണ്ടേ. അതെ, ഇപ്പോഴാണ് ഇതിന്റെ കമ്പോസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം, ഈ അടുത്തല്ലേ ഇതിന്റെ പാക്കപ്പ് ഡിസംബർ 25, 26 ആ ടൈമിലൊക്കെയാണ് സിനിമ പാക്കപ്പ് ആവുന്നത്. ഇത്ര പെട്ടെന്നൊക്കെ റിലീസ് എത്തും. അന്ന് നമ്മൾ ചോദിച്ചത്. അതെ, എന്തായാലും മാറ്റി. എന്താണെങ്കിലും ജനുവരി ലാസ്റ്റിലേക്ക് തന്നെ ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് കേൾക്കുന്നത്. അത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന റൂമറുകളാണ്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി. അങ്ങനെയല്ല അത് പറഞ്ഞത്, ഗെറ്റ് സെറ്റ് ബേബി. ഇത് ഇവന് കിട്ടുന്ന കിഴിയായിരുന്നു. ബേബിമാരെ മൊത്തം മാർക്കോ പേടിച്ചോണട്ടോ, എന്തൊരു താലോലിക്കലായിരുന്നു ബേബി ജോൺ, പാവം. ഗെറ്റ് സെറ്റ് ബേബി സിനിമ ഫെബ്രുവരി റിലീസ് എത്തും. അപ്പൊ അടുത്തതായിട്ട് ഉണ്ണി മുകുന്ദന്റെ സിനിമ വരാനുള്ളത്. അതല്ലേ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഫെബ്രുവരി എൻഗേജ്ഡ്. ഇപ്പൊ ജനുവരി ഓൾറെഡി ഫില്ലാണ്, ഇനി ഫെബ്രുവരിയും വന്നു. ദാവീദ്, ഗെറ്റ് സെറ്റ് ബേബി, പിന്നെ ബ്രോമാൻസ്, പിന്നെ ലവ്ലി ഉണ്ടോ? ലവ്ലിയും അതന്നെ ആ ടൈമിൽ തന്നെ. പിന്നെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കുറെ മലയാള സിനിമകൾ ഫെബ്രുവരിയിൽ എത്തും. സന്തോഷം. ഓക്കെ, അടുത്ത രീതി തുടരും സിനിമയുടെ FTFS, അതായത് ഫസ്റ്റ് ഫാൻ ഷോ ഉണ്ട് അല്ലേ? ഫാൻ ഷോന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ബുക്ക് ചെയ്യണ്ടേ? ജനുവരി 30 സിനിമ റിലീസിനെത്തുന്നത്. ലാലേട്ടൻ, തരൺമൂർത്തി ഒരുമിക്കുന്ന സിനിമയാണ്. പിന്നെ ഇന്നലെ തരൺമൂർത്തി പറഞ്ഞു കേട്ടില്ലേ, അതായത് 2024 അവസാനിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു വർഷമായിരുന്നത്. കാരണം ലാലേട്ടൻ്റെ ചിരിയും കളിയും ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പറഞ്ഞത്. അതായത് 365 ദിവസമാണ് ഒരു വർഷത്തിൽ, അതിൽ 100 ദിവസം ലാലേട്ടൻ്റെ കൂടെ. അപ്പൊ 100 ദിവസം ലാലേട്ടൻ്റെ കൂടെ ഇരുന്നപ്പോ അതും ഫാൻ ബോയ് ആണ്. അപ്പൊ ആ ഒരു സന്തോഷമാണ് ആള് പങ്കുവെച്ചത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന, അതായത് ഏത് ലാലേട്ടനെയാണോ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ലാലേട്ടനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത് പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. വെയിറ്റിംഗ്, അതിന്റെ ത്രില്ല്, അതൊരു സത്യം. അതൊരു 1.5 ത്രില്ലായിരിക്കും അല്ലേ. അടുത്തത് ഗെയിം ചേഞ്ചർ സിനിമയുടെ ട്രെയിലർ നാളെ 5/4 4-ാം തീയതി ആയിരിക്കും വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ടുണ്ട്. ശങ്കർ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന്. ചെക്കനെ മറ്റേ ഒരു കത്ത് എഴുതിയില്ലായിരുന്നു.
ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഗെയിം ചേഞ്ചർ സിനിമയുടെ ട്രെയിലറോ സംഭവം എന്തെങ്കിലും തന്നിട്ടില്ലെങ്കിൽ ഉടനടി ചത്ത് കളയുന്നത്. എന്തായാലും അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രെയിലർ നാളെ നാട്ടുകാർ ചോദിക്കാച്ചേക്കണ അവൻ എന്തിന്റെ കേടായിരുന്നു അവൻ തന്നെ ചെയ്തു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇതാണല്ലോ ഞാൻ ചോദിച്ചു മേടിച്ചത്. അല്ലേ, നമ്മുടെ ശങ്കർ പറഞ്ഞിട്ടുണ്ടേ, അതായത് റീൽസ് ഒരുക്കിയതുപോലെയാണ് ഞാൻ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കേട്ടോ പ്രേക്ഷകർക്ക് ഒരു താല്പര്യമില്ല സിനിമ കാണാൻ, അതായത് സമയമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സ്പീഡിൽ സിനിമ ഒരുക്കണം, അതുകൊണ്ട് റീൽസ് പോലെയാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് ശങ്കർ പറഞ്ഞത്. അപ്പോൾ അനുരാഗ് കശ്യപ് ആ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ അനുരാഗ് കശ്യപ് പറഞ്ഞതാണ്, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ഈ റീൽസ് പോലെ സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അതായത് ഭയങ്കരമായിട്ട് അതിൻ്റെ അതൃപ്തി നമ്മുടെ അനുരാഗ് കശ്യപ് ഓപ്പണായിട്ട് പറഞ്ഞു. അതല്ല, മൂപ്പറുടെ ചിന്താഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാളുടെ മൈൻഡ് ഏത് ലെവലാണ് മൂപ്പർ ചിന്തിക്കണെന്നാണ്. അതെ, ഇപ്പം റീൽസ് പോലെ അല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പൊ അത് സമയമില്ല എന്ന പ്രേക്ഷകർ. അപ്പൊ ഈ മറ്റേ ഹിറ്റാവുന്ന സിനിമകളൊക്കെ പ്രേക്ഷകർ പിന്നെ എവിടെയെങ്കിലും ഇരുന്നിട്ടാണോ കാണുന്നത്? ഭയങ്കര മോശം ചിന്താഗതി. പോട്ടെ നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോ നമ്മുടെ നെഞ്ചത്തോട്ട് വന്ന് കയറും എല്ലാം കൂടി. അതായത് ഫാൻസ് ഉണ്ടല്ലോ, മറ്റേ ശങ്കരൻകുട്ടി ഫാൻസ്. ഓക്കെ, അടുത്തത് അമോസ് അലക്സാണ്ടർ. ആമസോണിനെ ഓർഡർ ചെയ്ത് വരുത്തിയ അലക്സാണ്ടർ ആണ്. ഓക്കെ, അതെ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അമോസ് അലക്സാണ്ടർ കിടിലം പോസ്റ്റർ. നീ ആദ്യം പറഞ്ഞ കേൾക്കുമ്പോ അത് ഇത് കളിയാക്കി പറഞ്ഞാണോ എന്ന് തോന്നിപ്പോയേക്കാം. പക്ഷെ പോസ്റ്റർ ഒരു രക്ഷയിലാണ്, സൂപ്പറായിട്ടുണ്ട്. മാത്രമല്ല ജാഫ്രിഡിക്കിന്റെ മറ്റൊരു രൂപം സ്റ്റൈലിഷ് ആയിട്ട് മുട്ടിയൊക്കെ വെട്ടി ലെവലാക്കിയിട്ട് അതും ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിൽ. മാത്രമല്ല ആളൊരു കില്ലറിനെ പോലെ ഫീൽ ചെയ്യുന്നു. എന്തോ ഒരു കില്ലർ ക്യാരക്ടറാണ്. പൊളിക്കും, നോക്കാം എന്തായാലും. അടുത്തത് ഹിറ്റ് 3 സിനിമയുടെ പുതിയൊരു സ്റ്റില്ല് വന്നിട്ടുണ്ട്, കാണാം. നാനി സർക്കാർ, അർജുൻ സർക്കാർ സംഭവം പൊളിക്കട്ടെ. ഓക്കെ, അടുത്ത ഹിറ്റ് 3 ഒക്കെ നമ്മളിങ്ങനെ ഏകദേശം ഒക്കെ വിചാരിച്ചു വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് നാനിൽ വെച്ചൊരു സിനിമ ചെയ്താലോ? ഓക്കെ, അടുത്ത ഒന്നാക്കി 2-3 അടുപ്പിച്ചാൽ കഴിയാം. അടുത്ത കിഴി അയ്യവ ബബ്ബ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് വന്ന പോസ്റ്ററിൻ്റെ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും അങ്ങോട്ടും കൂടി ഒന്ന് അതെ, അതിന്റെ കഥ പറയുന്നുണ്ട്. അതിലൊരു ഡീകോഡിങ് പരിപാടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വഴിക്ക് കൂടി ഒന്ന് ഒളിഞ്ഞു നോക്കിയാണ്. അടുത്തത് SSMB 29 സിനിമയുടെ ഫോർമൽ ലോഞ്ച് നടക്കാൻ പോകുന്നു. നാളെ ജനുവരി 2, നാളെ 10 മണിക്ക് ഹൈദരാബാദ് വെച്ച്. ഇനി നാളെ തുടങ്ങി മറ്റേ സംക്രാന്തി, അതായത് 12-ാം തീയതി ഇതിന്റെ പൂജ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു. എന്തോ ഒരു ഒഫീഷ്യൽ എന്തോ ഒരു ഗ്ലിറ്റ്സ് പോലത്തെ എന്തോ സംഭവം വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും മഹേഷ് ബാബു നായകരാവുന്ന സിനിമ, പൃഥ്വിരാജ് ആണ് ഇതിലെ വില്ലൻ എന്നുള്ളതാണ് കേൾക്കുന്നത്. വില്ലത്തി ആക്കണ്ടല്ലേ, നായിക പ്രിയങ്ക ചോപ്ര. അപ്പൊ നാളെ കാണാം. നാളെ ഇതിന്റെ സംഭവം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഫോർമൽ ലോഞ്ച് അല്ലേ, സാധാരണ പോലത്തെ ഒരു സംഭവം ആയിരിക്കാം. എന്തെങ്കിലും നോക്കാം, പറയാൻ പറ്റൂല. SS രാജമൗലിയാണ്. അവരുടെ 1000 കോടിയാണ് ബഡ്ജറ്റ്. അതായത് 1000 കോടി ബഡ്ജറ്റിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ്. 1000 കോടി എന്നല്ല, 1000 മുതൽ 1300 കോടി വരെ അങ്ങനെയാണ് അതിന്റെ ബഡ്ജറ്റ് വരുന്നത്. എന്തായാലും കാത്തിരിക്കാം. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ആലപ്പുഴ ജിംഖാന 6 മണിക്ക് ഫസ്റ്റ് ലുക്ക് റിയാക്ഷൻ ആയിട്ട് വരാം. ഓക്കെ.